ഹലോ ഗുഡ് മോർണിംഗ്. നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് വരുന്നത് റീറ്റെയിലേഴ്സിനെ കുറിച്ചിട്ടാണ്. റീറ്റെയിലേഴ്സ് ആരാണ്, അവരുടെ ഫങ്ഷൻസ്, അവരെന്തൊക്കെ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞു. സോ അതിനുശേഷം ഇനി വരുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് റീറ്റെയിലിംഗ് ആണ്. അതായത് റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ റീറ്റെയിൽ ഷോപ്സ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിൻലി രണ്ടായിട്ടാണ് റീറ്റെയിലിങ്ങിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഇറ്റിനറൻറ്റ് റീറ്റെയിലേഴ്സും സെക്കൻഡ്ലി ഫിക്സ്ഡ് ഷോപ്പ് റീറ്റെയിലേഴ്സും. ഓക്കെ, അപ്പം ഇങ്ങനെ രണ്ട് ബേസിക് ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റീറ്റെയിലേഴ്സിനെ ആദ്യം രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തു: ഇറ്റിനറൻറ്റ് റീറ്റെയിലേഴ്സ് ആൻഡ് ഫിക്സ്ഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ്. ഇറ്റിനറൻറ്റ് റീറ്റെയിലേഴ്സിൽ ഒരു 5 അഗെയിൻ നമ്മൾ ടൈപ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സിനെ അഗെയിൻ ക്ലാസിഫൈ ചെയ്തിട്ട് സ്മോൾ സ്കെയിൽ ആൻഡ് ലാർജ് സ്കെയിൽ എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് കൂടുതൽ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ഒരു ലാർജ് സ്കെയിൽ ഷോപ്പുകളെ കുറിച്ചിട്ടാണ് കേട്ടോ. ഈ ഇറ്റിനറൻറ്റ് റീറ്റെയിലേഴ്സും സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സിനൊക്കെ കുറിച്ചിട്ട് ജസ്റ്റ് പോയിന്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. എനിവേ നമുക്ക് എന്താണെന്നുള്ളത് ഒന്ന് നോക്കിയിട്ട് പോകാം. ആദ്യം തന്നെ ഇറ്റിനറൻറ്റ് റീറ്റെയിലേഴ്സ് ആണല്ലേ, ദോസ് ഹൂ ഹാവ് നോ ഫിക്സ്ഡ് പ്ലേസ് ഓഫ് ബിസിനസ്. അപ്പോൾ ഇറ്റിനറൻറ്റ് റീറ്റെയിലേഴ്സ് ആരാണ്? അവർക്കൊരു ഫിക്സ്ഡ് പ്ലേസ് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അവരുടെ ബിസിനസ് ക്യാരി ചെയ്യാനും അല്ലെങ്കിൽ ട്രേഡ് കണ്ടക്ട് ചെയ്യാനൊന്നും അവർക്കൊരു പ്ലേസോ ഒരു ഷോപ്പോ അല്ലെങ്കിൽ ഒരു ബിസിനസ് പ്രിമൈസസ് ഒന്നും ഉണ്ടായിരിക്കില്ല. അവരെന്താ ചെയ്യുക? ദേ മൂവ് ഫ്രം പ്ലേസ് ടു പ്ലേസ് ആൻഡ് മീറ്റ് ദ കസ്റ്റമേഴ്സ് അറ്റ് ദെയർ ഡോർസ് ആൻഡ് സെൽ ദി ഗുഡ്സ്. ഇവർ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ പ്രൊഡക്റ്റുമായിട്ടും അവർ ഓരോ പ്ലേസിൽ മാറി മാറി കച്ചവടം ചെയ്തുകൊണ്ടിരിക്കും. അവർ കൺസ്യൂമറിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോയിട്ട് അവർക്ക് ആവശ്യമുള്ള കൺസ്യൂമേഴ്സിന് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സ് അവിടെ സെയിൽ ചെയ്യും. നെക്സ്റ്റ് മറ്റൊരു കൺസ്യൂമർ എടുത്ത് മറ്റൊരു പ്ലേസിൽ അവർ ആ സെയിം പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെയുള്ളവരാണ് ഇറ്റിനറൻറ്റ് റീറ്റെയിലേഴ്സ്. ഓക്കെ, അപ്പോൾ ഇറ്റിനറൻറ്റ് റീറ്റെയിലേഴ്സും ഉണ്ട്, ഫിക്സ്ഡ് ഷോപ്പ് റീറ്റെയിലേഴ്സും ഉണ്ട്. ഇറ്റിനറൻറ്റ് റീറ്റെയിലേഴ്സ് എന്ന് പറയുമ്പം അവർക്ക് എന്താണ്, അവരുടെ ബിസിനസ് അല്ലെങ്കിൽ ട്രേഡ് കണ്ടക്ട് ചെയ്യാൻ ഒരു ഫിക്സ്ഡ് പ്ലേസ് ഉണ്ടായിരിക്കില്ല. ഒരു ഫിക്സ്ഡ് സ്ഥലത്ത് ഇരുന്നിട്ടോ അല്ലെങ്കിൽ ഷോപ്പിൽ ഇരുന്നിട്ടോ ആവില്ല അവർ എന്ത് ചെയ്യുന്നത്, അവരുടെ സെയിൽ കണ്ടക്ട് ചെയ്യുന്നത്. അതേസമയം ഫിക്സ്ഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, അവിടെ അവർക്ക് ഒരു ഫിക്സ്ഡ് പ്ലേസ് അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് ഷോപ്പ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇറ്റിനറൻറ്റ് റീറ്റെയിലേഴ്സിന് ഇനി അതിൻ്റെ അണ്ടറിൽ കുറച്ച് ടൈപ്സ് വരുന്നുണ്ട്. അതിൽ ആദ്യത്തേത് ഹോക്കേഴ്സ്, സെക്കൻഡ് വൺ പെഡ്ലേഴ്സ് ആണ്. ഹോക്കേഴ്സ് ആൻഡ് പെഡ്ലേഴ്സിന് കോമൺ ആയിട്ട് ഒരു സിമിലർ മീനിങ് തന്നെ വരുന്നതാണ്. കൊണ്ട് നടന്ന് വിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ ഹോക്കേഴ്സ് ആൻഡ് പെഡ്ലേഴ്സ് എന്നൊക്കെ പറയാം. ഇപ്പോൾ ഹോക്കേഴ്സ് ആവുന്ന സമയത്ത് നമ്മുടെ വീട്ടിലേക്കും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൂടെയൊക്കെ ഈ വെജിറ്റബിൾസ് ആയാലും ഫിഷൊക്കെ ആയാലും വിളിച്ച് നടന്നുകൊണ്ട് കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ടാവില്ലേ, അവരെയാണ് നമ്മൾ ഹോക്കേഴ്സ് എന്ന് പറയാം. പെഡ്ലേഴ്സ് ഇതുപോലെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് അവരുടെ പ്രൊഡക്റ്റിനെ മൂവ് ചെയ്തുകൊണ്ട്, ഇപ്പം ഒരു ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ആർട്ടുകളൊക്കെ ഒരു സ്റ്റാളിൽ നിന്ന് മറ്റൊരു സ്റ്റാളിലായിരിക്കും നെക്സ്റ്റ് ഡേ അവർ അത് സെയിൽ ചെയ്യുന്നുണ്ടാവുക. ആ രീതിയിൽ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ട് നടന്ന് സാധനങ്ങൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ ഹോക്കേഴ്സ് ആൻഡ് പെഡ്ലേഴ്സ് എന്ന് പറയുക കേട്ടോ. ഈ തേർഡ് വൺ മാർക്കറ്റ് ട്രേഡേഴ്സ് ആണ്. മാർക്കറ്റ് ട്രേഡേഴ്സ് എന്ന് പറയുമ്പം ഇപ്പം നമ്മൾ ഈ ചന്തകളൊക്കെ കാണുമല്ലേ, വ്യാഴാഴ്ച ചന്ത അല്ലെങ്കിൽ ബുധനാഴ്ച മാർക്കറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഒരു ഫിക്സഡ് ഡേയിൽ മാത്രം ആ ഒരു മാർക്കറ്റിൽ ഇവർ കച്ചവടം ചെയ്യുക. ഇപ്പോൾ കൊണ്ടോട്ടി വ്യാഴാഴ്ച മാത്രം ഉണ്ടാവുന്ന ചില മാർക്കറ്റുകൾ ഉണ്ടാവും, പച്ചക്കറിയുടെ ആയാലും ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ആയാലും മാർക്കറ്റുകൾ. നെക്സ്റ്റ് വീക്കിലും സെയിം വ്യാഴാഴ്ച ആയിരിക്കും അവരവിടെ സെയിൽ ചെയ്യുന്നുണ്ടാവുക. വ്യാഴം കഴിഞ്ഞ് വെള്ളിയാഴ്ച ചിലപ്പോൾ അവർ വേറൊരു പ്ലേസിലായിരിക്കും. അങ്ങനെ ഒരു ഫിക്സ്ഡ് ഡേറ്റിൽ അല്ലെങ്കിൽ ഒരു ഡേയിൽ മാത്രം ആ ഒരു മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന, അഗെയിൻ പിന്നീട് മറ്റൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യുന്ന ടൈപ്പ് ആളുകളെയാണ് നമ്മൾ മാർക്കറ്റ് ട്രേഡേഴ്സ് എന്ന് പറയും കേട്ടോ. ഫോർത്ത് വൺ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആണ്. സ്ട്രീറ്റ് വെൻഡേഴ്സ് എന്ന് പറയുമ്പം ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ നല്ല ബിസി സ്ട്രീറ്റിലൊക്കെ, നല്ല തെരുവുകളിലൊക്കെ ഈ നിലത്ത് ഫുട്പാത്തിലൊക്കെ അവരുടെ ഐറ്റംസ് ഡിസ്പ്ലേ ചെയ്തിട്ട് വിൽക്കുന്ന ആളുകളുണ്ടാവില്ല. ഇപ്പോൾ ചപ്പൽസ് ആയാലും ഓർണമെൻറ്റ്സ് ആയാലും ആക്സസറീസ് ആയാലൊക്കെ ഈ സ്ട്രീറ്റിൽ ഇങ്ങനെ വിരിച്ച് വെച്ചിട്ട് വിൽക്കുന്ന ആളുകളുണ്ടാവും. അവരെയാണ് നമ്മൾ സ്ട്രീറ്റ് വെൻഡേഴ്സ് എന്ന് പറയുക. അവർ ഇന്ന് കോഴിക്കോട് സ്ട്രീറ്റിലാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം മറ്റൊരു സ്ട്രീറ്റിലായിരിക്കും അവർ ആ ഒരു സെയിം പ്രൊഡക്ട്സ് കച്ചവടം ചെയ്യുന്നുണ്ടായിരിക്കുക. അങ്ങനെ അവർ ഇതുപോലെ ബിസി സ്ട്രീറ്റിലൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വിൽക്കുന്നവരാണ് സ്ട്രീറ്റ് വെൻഡേഴ്സ്. നെക്സ്റ്റ് വൺ ചീപ്പ് ജാക്സ് ആണ്.
ചീപ്പ് ജാക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചീപ്പ് പ്രൊഡക്ട്സ് ഉണ്ടാവില്ലേ, ഇൻഫീരിയർ പ്രൊഡക്ട്സ്, അതായത് ഏറ്റവും വില കുറഞ്ഞിട്ടുള്ള പ്രൊഡക്ട്സൊക്കെ സെയിൽ ചെയ്യുന്ന, ഇതുപോലെ നടന്ന് സെയിൽ ചെയ്യുന്ന ആളുകളാണ് ചീപ്പ് ജാക്സ് കേട്ടോ. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ട് ഈ ഒരു 5 പേരും വരുന്നത് എന്താണ്, അവർക്കൊരു ഫിക്സ്ഡ് പ്ലേസ് ഉണ്ടായിരിക്കില്ല. അവരവരുടെ പ്രൊഡക്റ്റ് നടന്ന് അല്ലെങ്കിൽ കൊണ്ട് നടന്ന് വിൽക്കുന്നവർ, അല്ലെങ്കിൽ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്ത് വിൽക്കുന്നവരും ആയിരിക്കും. അവരെയാണ് നമ്മൾ ഇറ്റിനറൻറ്റ് റീറ്റെയിലേഴ്സ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഫിക്സ്ഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് ആണ്. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് ദേ ഹാവ് ഫിക്സ്ഡ് ബിസിനസ് പ്രിമൈസസ്. സോ ഇവിടെ പേര് പറയുന്ന പോലെ തന്നെ ഇത്തരം ഷോപ്പുകൾക്ക് അല്ലെങ്കിൽ ഇത്തരം റീറ്റെയിലേഴ്സിന് എന്താണ്, അവരുടെ പ്രൊഡക്റ്റ് വിൽക്കാൻ ഒരു ഫിക്സ്ഡ് പ്ലേസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഫിക്സ്ഡ് ബിസിനസ് ഷോപ്പോ അല്ലെങ്കിൽ പ്രിമൈസസോ അല്ലെങ്കിൽ പ്ലേസോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ ഫിക്സ്ഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് എന്ന് പറയാം. ഇനി ഫിക്സ്ഡ് ഷോപ്പ് റീറ്റെയിലേഴ്സിന് നമ്മൾ രണ്ടായിട്ട് അഗെയിൻ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സ്മോൾ ഷോപ്സ് ആൻഡ് ലാർജ് ഷോപ്സ്, അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽസ് അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ, അങ്ങനെ നമുക്ക് പറയാം. അതായത് സ്മോൾ ഷോപ്പ് അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, അവരുടെ ക്യാപിറ്റലും ടേൺ ഓവറൊക്കെ വളരെ ലിമിറ്റഡ് ആയിരിക്കും. അവർ കണ്ടക്ട് ചെയ്യുന്ന സെയിൽസ് അല്ലെങ്കിൽ ട്രേഡ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ എമൗണ്ടിന് അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള സ്മോൾ സ്കെയിലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. ലാർജ് സ്കെയിൽ എന്ന് പറയുമ്പം അവരുടെ ക്യാപിറ്റൽ ആയാലും ടേൺ ഓവർ ആയാലും അവരുടെ ആക്ടിവിറ്റീസൊക്കെ ലാർജ് സ്കെയിലായിട്ട് മാസീവായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ സ്മോൾ ഷോപ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻഡിപെൻഡൻറ്റ് റീറ്റെയിലേഴ്സ്. അതായത് ഇപ്പം നമ്മുടെ ലൊക്കാലിറ്റിയിലൊക്കെ ഉള്ള, നമ്മളൊക്കെ സ്ഥിരമായിട്ട് സാധനം വാങ്ങിക്കുന്ന ചെറിയ ചെറിയ കടകളുണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ ഒരു ടീ ഷോപ്പ് ആയിക്കോട്ടെ, നമ്മൾ പലചരക്ക് കടയിൽ പോയിട്ട് സാധനം വാങ്ങിക്കുന്നതായിക്കോട്ടെ, അത്തരത്തിലുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ഇൻഡിവിജ്വൽ കണ്ടക്ട് ചെയ്യുന്ന സിംഗിൾ സ്റ്റോഴ്സൊക്കെ ഉണ്ടാവും. അതാണ് ഇൻഡിപെൻഡൻറ്റ് റീറ്റെയിലേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ സ്ഥിരം സാധനം വാങ്ങിക്കുന്ന ഒരു പലചരക്ക് കട ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ എന്താ ചെയ്യുന്നുണ്ടാവുക, അയാളുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു റീറ്റെയിൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തതാവാം. അയാളുടെ പ്രൊഡക്ട്സ് അവിടെ അയാൾ സെയിൽ ചെയ്യുന്നുണ്ടാവും. അതായത് അയാൾ പ്രൊഡക്ട്സ് കളക്ട് ചെയ്തിട്ട് അവിടുന്ന് സെയിൽ ചെയ്യുന്നുണ്ടാവും കൺസ്യൂമറിലേക്ക്. അപ്പോൾ ആ രീതിയിൽ ഒരാൾ, ഒരു ഇൻഡിവിജ്വൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു റീറ്റെയിൽ ഷോപ്പ് കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻഡിപെൻഡൻറ്റ് റീറ്റെയിലേഴ്സ് എന്ന് പറയുക കേട്ടോ. നെക്സ്റ്റ് വൺ, സ്ട്രീറ്റ് സ്റ്റാൾ ഹോൾഡേഴ്സ് ആണ്. അതായത് ഇവർക്കും ഫിക്സ്ഡ് പ്ലേസ് ഉണ്ടായിരിക്കും. ഈ ഇപ്പം ഏതെങ്കിലും ഒരു സ്ട്രീറ്റിൽ ഒരു സ്റ്റാൾ കെട്ടിയിട്ട് അവിടെ ഒരു ഷോപ്പ് ഇട്ടിട്ട് ആ ഒരു സ്ട്രീറ്റിൽ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ടാവില്ലേ. ഇപ്പോൾ SM സ്ട്രീറ്റിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും, ഫുട്പാത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രീറ്റിൽ തെരുവിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ട് വിൽക്കുന്ന ആളുകളുണ്ടാവും. അതേസമയം അവിടെ ഫിക്സ്ഡ് ആയിട്ട് ഷോപ്പ് കെട്ടിയിട്ട് സ്ഥിരമായിട്ട് ആ ഷോപ്പ് തന്നെ, ആ ഒരു സ്റ്റാളിൽ നിന്ന് തന്നെ സാധനങ്ങൾ വിൽക്കുന്ന ആളുകളുണ്ടാവും. ഓക്കെ, സോ അത്തരത്തിൽ ചില തെരുവുകളിലൊക്കെ ഷോപ്പ് കെട്ടിയിട്ടില്ല, ആ ഒരു സ്റ്റോൾ ഇട്ടിട്ട് അവിടെ സ്ഥിരമായിട്ട് കച്ചവടം ചെയ്യുന്നവരാണ് സ്ട്രീറ്റ് സ്റ്റോൾ ഹോൾഡേഴ്സ് കേട്ടോ. ഇനി തേർഡ് വൺ, സെക്കൻഡ് ഹാൻഡ് ഗുഡ് സെല്ലേഴ്സ് ആണ്. സെക്കൻഡ് ഹാൻഡ് ഗുഡ് സെല്ലേഴ്സ് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂലേ. നമ്മൾ ഫസ്റ്റ് ഒരു തവണ ആരെങ്കിലും യൂസ് ചെയ്ത പ്രൊഡക്ട്സ് കളക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ചെറിയ എറേഴ്സോ അല്ലെങ്കിൽ മിസ്റ്റേക്സോ ഒക്കെ ഉള്ള പ്രൊഡക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ട്രെൻഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒക്കെ ആയിരിക്കും. അത്തരം പ്രൊഡക്റ്റൊക്കെ വാങ്ങിച്ചിട്ട് വീണ്ടും വിൽക്കുന്ന ആളുകളാണ് സെക്കൻഡ് ഹാൻഡ് ഗുഡ് സെല്ലേഴ്സ്. സോ അത്തരത്തിലുള്ള സ്മോൾ സ്കെയിൽ ബിസിനസ്സിനെയാണ് ഇവിടെ സെക്കൻഡ് ഹാൻഡ് ഗുഡ് സെല്ലേഴ്സ് എന്നുള്ള അത്തരം റീറ്റെയിലേഴ്സിൽ വിടുക. ലാസ്റ്റ് വൺ, സ്പെഷ്യാലിറ്റി ഷോപ്സ് ആണ്. സ്പെഷ്യാലിറ്റി ഷോപ്സ് എന്ന് പറയുമ്പം അതായത് ഇപ്പം സ്പെഷ്യലി ഫോർ എ ബ്രാൻഡ് ഓർ എ ഗുഡ്, ഒരു മോഡലിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ ഒരു ബ്രാൻഡിന് വേണ്ടി മാത്രം നമ്മൾ സെറ്റപ്പ് ചെയ്യുന്ന ചില ഷോപ്പുകളുണ്ടാവും. ഇപ്പോൾ ടൈറ്റാൻ വാച്ചിന് വേണ്ടി മാത്രം ഒരു ഷോപ്പ്, അല്ലെങ്കിൽ സ്പോർട്സ് ഗുഡ്സിന് വേണ്ടി മാത്രം ഒരു ഷോപ്പ്, ബുക്ക് സ്റ്റോൾസൊക്കെ അതിനൊരു എക്സാമ്പിളാണ്. ബുക്സ് സെയിൽ ചെയ്യാൻ വേണ്ടി മാത്രം. ഈ രീതിയിൽ ഒരു പെർട്ടിക്കുലർ സാധനത്തിന് വേണ്ടി മാത്രം, ബ്രാൻഡിന് വേണ്ടി മാത്രം നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ നടത്തുന്ന ബിസിനസ് സ്റ്റോറുകളെയാണ് നമ്മൾ സ്പെഷ്യാലിറ്റി ഷോപ്സ് എന്ന് പറയുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സ്മോൾ സ്കെയിൽ ഷോപ്പിൽ അല്ലെങ്കിൽ സ്മോൾ ഷോപ്സിൽ വരുന്നത്. ഫിക്സ്ഡ് ഷോപ്പ് റീറ്റെയിലേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ് സ്മോൾ ഷോപ്പും ലാർജ് ഷോപ്സും. അതിൽ സ്മോൾ ഷോപ്സാണ് നമ്മളിപ്പം പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ലാർജ് ഷോപ്പാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു ലാർജ് സ്കെയിൽ എന്നുള്ള കാറ്റഗറിയാണ് നമുക്ക് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയാനുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ലാർജ് സ്കെയിൽ റീറ്റെയിലിങ്ങിൽ ഫസ്റ്റ് വരുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോഴ്സ് ആണ് കേട്ടോ. ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോഴ്സ് എന്ന് പറയുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നോക്കാം. ഇറ്റ് ഈസ് എ ലാർജ് സ്കെയിൽ റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് having in the same building a number of departments, each dealing in one particular type of product. Example, cloth department, stationery department, etc. So departmental store എന്ന് പറയുന്നത് ഒരു ലാർജ് സ്കെയിൽ
റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. അതായത് അവിടെ ബിസിനസ് ആക്ടിവിറ്റീസും അല്ലെങ്കിൽ ഫണ്ടും ക്യാപിറ്റലും ടേൺ ഓവറൊക്കെ ലാർജ് സ്കെയിലായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഹാവിങ് ഇൻ ദി സെയിം ബിൽഡിംഗ് എ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഒരു ബിൽഡിങ്ങിൽ തന്നെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഒരു സിംഗിൾ റൂഫിൻ്റെ അണ്ടറിൽ തന്നെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവും. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഡീൽ ചെയ്യുന്നത് ഈച്ച് ഡീലിംഗ് ഇൻ വൺ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ്. ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഓരോ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ഡീൽ ചെയ്യുന്നുണ്ടാവും. അതായത് ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൽ തന്നെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, അല്ല ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഡീൽ ചെയ്യുന്നത് ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റേഷനറി ആയിരിക്കും, മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ് ചിലപ്പോൾ ഡ്രഗ്സ് ആയിരിക്കും. ഡ്രഗ്സ് മീൻസ് ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും. ഈ രീതിയിൽ ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ഒരു ബിൽഡിങ്ങിൻ്റെ അണ്ടറിൽ തന്നെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് ഡീൽ ചെയ്യുന്ന അത്തരത്തിൽ വിൽക്കുന്നതിനെയാണ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോഴ്സ് എന്ന് പറയുന്നത്, അത്തരം റീറ്റെയിലർ ഷോപ്പുകൾ. ഓക്കെ, അപ്പോൾ അതാണ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ വരുന്നത്. നെക്സ്റ്റ് വൺ മൾട്ടിപ്പിൾ ഷോപ്പ് ഓർ ചെയിൻ സ്റ്റോഴ്സ് ആണ്. അതായത് ഇറ്റ് ഈസ് എ ഫോം ഓഫ് ബ്രാഞ്ച് റീറ്റെയിലിംഗ് where a large number of branches are functioning in different localities under the direct control of the head office. മൾട്ടിപ്പിൾ ഷോപ്പ് അല്ലെങ്കിൽ ചെയിൻ സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഉണ്ടാക്കുക. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നുണ്ട് മിൽമ, ബാറ്റയുടെ ഷൂ കമ്പനിയൊക്കെ. ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ സെയിം പ്രൊഡക്റ്റ് തന്നെ, ഇപ്പോൾ മിൽമൻ്റെ പ്രൊഡക്റ്റ് മാത്രം സെയിൽ ചെയ്യാൻ തന്നെ ഡിഫറെൻറ്റ് ലൊക്കാലിറ്റീസിലായിട്ട് അതിൻ്റെ ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും അല്ലേ. ഈ ബ്രാഞ്ചസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? അതിൻ്റെ ഒരു മെയിൻ ഹെഡ് ഓഫീസ് അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് കംപ്ലീറ്റ്ലി സെൻട്രലൈസ്ഡ് ആയിട്ട് ആ ഒരു ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് അവരാണ് അത് ഡീൽ ചെയ്യുന്നുണ്ടാവുക. എന്നാൽ അതിന് ബ്രാഞ്ചസ് പല ലൊക്കാലിറ്റിയിലായിട്ട് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അത്തരം ഷോപ്പുകളെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ഷോപ്പ് അല്ലെങ്കിൽ ചെയിൻ സ്റ്റോർ എന്ന് പറയാം. മിൽമൻ്റെ സ്റ്റോർ നമുക്കറിയാം അല്ലേ, മിൽമയുടെ പ്രൊഡക്ട്സ് മാത്രം സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഓരോ മാർക്കറ്റിലും അതിന് ഷോപ്പുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ മൊറയൂർ, കീഴ്ശ്ശേരി, കൊണ്ടോട്ടി, അരീക്കോട്, ഇങ്ങനെ എല്ലാ മാർക്കറ്റിലും അതിൻ്റെ പെർട്ടിക്കുലർ ഷോപ്പുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ രീതിയിൽ സെയിം പ്രൊഡക്റ്റിന് തന്നെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് വെക്കുക. ഈ ബ്രാഞ്ചസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഒരു ഹെഡ് ഓഫീസ് തന്നെയായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. നെക്സ്റ്റ് എന്ന് പറയുന്നത് മെയിൽ ഓർഡർ ബിസിനസ് ആണ്. മെയിൽ ഓർഡർ ബിസിനസ് ഹൗസസ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ട്രേഡ് വേർ ബിസിനസ് ഈസ് ഡൺ ത്രൂ പോസ്റ്റ് ഓർ മെയിൽ. അപ്പോൾ മെയിൽ ഓർഡർ ബിസിനസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി പോസ്റ്റ് അല്ലെങ്കിൽ മെയിൽ സർവീസസിലൂടെയാണ്. പോസ്റ്റൽ കത്ത് പോലുള്ള അല്ലേ, അത്തരം സർവീസസിലൂടെ നമ്മൾ ബിസിനസ് കണ്ടക്ട് ചെയ്യുക. അതായത് ഓർഡർ സ്വീകരിക്കുന്നതും മെയിലിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ പോസ്റ്റൽ കാർഡ്സിലൂടെ ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതും അത് സെയിൽ ചെയ്യുന്നതും ഏതിലൂടെ ആയിരിക്കും? മെയിലിലൂടെ ആയിരിക്കും. പോസ്റ്റൽ സർവീസസിലൂടെയൊക്കെ സെൻഡ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ആ കസ്റ്റമറിലേക്ക് ആ ഒരു പ്രൊഡക്റ്റ് എത്തിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ കസ്റ്റമറിലേക്ക് ആദ്യം എന്തിൻ്റെ കാറ്റലോഗ്സോ അല്ലെങ്കിൽ അഡ്വർടൈസിങ് കാർഡ്സോ ഒക്കെ സെൻഡ് ചെയ്ത് കൊടുക്കും. കസ്റ്റമേഴ്സിൽ അതിൽ എന്തെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് അതിൽ പോസ്റ്റൽ ത്രൂ തന്നെ അതിനുള്ള ഓർഡർ പ്ലേസ് ചെയ്യും. ഓർഡർ പ്ലേസ് ചെയ്യുമ്പം ആ ഒരു സാധനം പിന്നീട് മെയിൽ സർവീസിലൂടെ തിരിച്ച് കസ്റ്റമറിലേക്ക് തന്നെ സെൻഡ് ചെയ്ത് കൊടുക്കും. ഈ രീതിയിൽ മെയിൽ ത്രൂ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നതിനെയാണ് മെയിൽ ഓർഡർ ബിസിനസ് ഹൗസസ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് ആണ്. കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദീസ് ആർ റീറ്റെയിൽ സ്റ്റോഴ്സ് ഓൺഡ് ബൈ ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമർ ദംസെൽവ്സ് ഓൺ എ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിൽ കൺസ്യൂമേഴ്സ് ഇറ്റ്സെൽഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റോറാണ് കോപ്പറേറ്റീവ് സ്റ്റോഴ്സ്. അതായത് ഇപ്പം മിഡിൽമെനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ഇപ്പം മാനുഫാക്ചർ അടുത്തുനിന്ന് ഡയറക്റ്റ് ഗുഡ്സ് വാങ്ങിച്ചിട്ട് കൺസ്യൂമേഴ്സ് തന്നെ ആ ഒരു സാധനം ആ ഒരു സ്റ്റോർ കണ്ടക്ട് ചെയ്യുക. ആ സ്റ്റോർ അവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശം എന്താ വെച്ചാൽ പ്രോഫിറ്റ് മോട്ടീവ് ഒന്നുമല്ല, പകരം അവർക്ക് ആവശ്യമുള്ള ഗുഡ്സ് എന്താണെന്നുള്ളത് അവരുടെ റിക്വയർമെൻറ്റ്സും നീഡ്സൊക്കെ ഉണ്ടാവില്ലേ, അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോർ അവർ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അതായത് കൺസ്യൂമേഴ്സിന് ചില പ്രൊഡക്ട്സൊക്കെ ആവശ്യമുണ്ട്, ആ പ്രൊഡക്ട്സ് അവർ തന്നെ കച്ചവടം നടത്തിയിട്ട് സെയിൽ ചെയ്യുക എന്നുള്ളതാണ്. അതിലെ മെമ്പേഴ്സിന് തന്നെ യൂസ് ചെയ്യാനും അതല്ല നോൺ മെമ്പേഴ്സിന് അതിന് പുറത്തുള്ള മെമ്പേഴ്സിനും അത് യൂസ് ചെയ്യാം. ആ രീതിയിൽ സ്റ്റോർ കണ്ടക്ട് ചെയ്യുന്നതിനാണ് കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് എന്ന് പറയാം. ഓക്കെ, ഇവിടെ മിഡിൽ മാൻ ഉണ്ടായിരിക്കില്ല, അതായത് മാനുഫാക്ചർ അടുത്ത് നിന്ന് ഇവർ ഡയറക്റ്റായിട്ട് വാങ്ങിക്കുകയായിരിക്കും ചെയ്യുന്നത്. പിന്നെ പ്രോഫിറ്റ് എന്നുള്ളൊരു മോട്ടീവ് അല്ല ഉണ്ടാവുക, പകരം ഒരു സർവീസ് മോട്ടീവ് ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ട് നിലനിൽക്കുന്നുണ്ടാവുക. പിന്നെ അവിടുത്തെ ഗുഡ്സ് എന്ന് പറയുന്നത് അവിടുത്തെ ആ ഒരു ഓണേഴ്സിന് തന്നെ ആ ഒരു
സ്റ്റോർ കണ്ടക്ട് ചെയ്യുന്ന ഓണേഴ്സിനെ, കൺസ്യൂമേഴ്സ് എല്ലാവരും ഇപ്പോൾ ഒരു 4-5 ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് അവരുടെ ഷെയറായിട്ട് ഒരുമിച്ച് കൂടി ആ ഒരു ഷോപ്പ് തുടങ്ങും. ഷോപ്പ് തുടങ്ങിയിട്ട് അവർ മാനുഫാക്ചർ എടുത്തു നിന്നൊക്കെ പ്രൊഡക്റ്റ് വാങ്ങിക്കും. ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് അവരുടെ തന്നെ യൂസിനെല്ലാം ആവശ്യം വരുമ്പോൾ അവരത് എടുക്കും. അതുപോലെ തന്നെ മറ്റ് മെമ്പേഴ്സിന് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. ആ രീതിയിൽ കണ്ടക്ട് ചെയ്യുന്ന സ്റ്റോറുകളാണ് കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് കേട്ടോ. ഓക്കെ, അപ്പോൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അതാണ്. അവർക്ക് പ്രോഫിറ്റ് മോട്ടീവ് ഉണ്ടായിരിക്കില്ല, സർവീസ് മോട്ടീവ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ അവരുടെ തന്നെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ഈ ഒരു സ്റ്റോറ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് സൂപ്പർ ബസാർസ് ആണ്. ദീസ് ആർ ലാർജ് റീറ്റെയിൽ സ്റ്റോഴ്സ് ഓർഗനൈസ്ഡ് ബൈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വിച്ച് സെൽ എ വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് അണ്ടർ എ സിംഗിൾ റൂഫ്. ഇപ്പോൾ സൂപ്പർ ബസാർ എന്ന് പറയുമ്പം അതായത് ലാർജ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. ഇവിടെ ഇത് കണ്ടക്ട് ചെയ്യുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആയിരിക്കും. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഒരു സിംഗിൾ റൂഫിൻ്റെ അണ്ടറിൽ തന്നെ ലാർജ് വെറൈറ്റി ഓഫ് ഗുഡ്സ് സെയിൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ സൂപ്പർ മാർക്കറ്റ് പോലെ തന്നെ, സൂപ്പർ മാർക്കറ്റ് നമ്മൾ അതൊരു സെഷനിൽ പറയുന്നുണ്ട്. പക്ഷേ സൂപ്പർ മാർക്കറ്റ് ആവുന്ന സമയത്ത് അത് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടാവുക പ്രൈവറ്റ് സെക്ടേഴ്സ് ആയിരിക്കും. അതേസമയം ഒരു സൂപ്പർ ബസാർ ആവുന്ന സമയത്ത് അത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വെച്ചിട്ടുള്ള സൊസൈറ്റീസ് ഉണ്ടാവും, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഇവരായിരിക്കും ഇത് ഡീൽ ചെയ്യുന്നുണ്ടാവുക സൂപ്പർ ബസാർസ്. ഇപ്പോൾ സൂപ്പർ ബസാർസിൻ്റെ ഒക്കെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഒരു ബിൽഡിങ്ങിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ തന്നെ എല്ലാവിധ പ്രൊഡക്ട്സും സെയിൽ ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്, റീറ്റെയിലിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്. ഓക്കെ, നെക്സ്റ്റ് ഇനി മോഡേൺ ടൈപ്സ് ഓഫ് റീറ്റെയിൽ സ്റ്റോഴ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്, ടൈപ്സ് ഓഫ് റീറ്റെയിലിംഗ്.